ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. രുതിരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ തമിഴ്നാട്ടിലെ തിയേറ്ററിൽ റൈറ്റ്സ് എടുത്തിരുന്നത് ദേവി കോമ്പൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ ഇത് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രശ്മി അവന്താന അഭിനയിച്ച പടത്തിലത്തെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അത് 20 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞു. പിന്നെ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫൈനൽ ഷെഡ്യൂൾ സ്റ്റാർട്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇടുക്കിയിലാണ് തുടങ്ങിയിട്ടുള്ളതെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പൃഥ്വിരാജ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന് ഒരു പുതിയ പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അത് ഒഫീഷ്യലി കിട്ടിയുള്ളതല്ല, ഇവര് അവിടെ ഫ്ലക്സ് അടിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ കൈതിയിൽ ലാസ്റ്റ് കാർത്തി വെടിവെക്കണ പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു കണ്ണൊക്കെ പിടിച്ചിട്ട് സീന് വർക്കായില്ല എന്നുണ്ടെങ്കിൽ വലിയ മൂഞ്ചലായിരിക്കും. വർക്കായി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തായാലും പോസ്റ്റർ അത്ര ക്ലിയറിലല്ല കിട്ടിയില്ല, എന്തായാലും കാണിക്കാൻ ഇനി. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിന്റെ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരുന്നത് സോണി മ്യൂസിക് എന്നുള്ള കൺഫേം ചെയ്തു. അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ തന്നെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അക്ഷയ് കുമാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രെയിലർ ലോഞ്ച് ആയിട്ടുണ്ട്. പിന്നെ പടം 2Dയിൽ റിലീസ് ഉണ്ടാവില്ല, 3Dയിൽ മാത്രമേ റിലീസ് ഉണ്ടാവുള്ളൂ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പടം ഓൾറെഡി 3Dയിലാണ് ഡയറക്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് തോന്നുന്നത്. എന്തായാലും OTT റിലീസാകുമ്പോൾ 2Dയിൽ ഇറക്കുണ്ടായിരിക്കാം. പിന്നെ മോഹൻലാൽ ജിത്തു മാധവൻ പടം കൺഫേം ആയി എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ആക്ഷൻ പ്ലസ് കോമഡി എന്നുള്ള രീതിയിലുള്ള പടമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ക കൊമേഴ്ഷ്യൽ പടമായിരിക്കും. എന്തായാലും അത് വരട്ടെ, ഗംഭീരാവട്ടെ. പിന്നെ വെട്രിമാരൻ കഥ എഴുതിയിട്ട് ഗൗതം വാസുദേവനും ഡയറക്ഷൻ ചെയ്തിട്ട് സിംബുവിനെ ചുറ്റൊരു പടം എടുക്കേണ്ടത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇതുണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. വെയിറ്റ് ചെയ്യാം. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞ പടത്തിൽ വിജയ് സേതുപതി ഉണ്ടാവും എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളാണ് ഇതിൽ വില്ലൻ റോൾ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺഫേം ആയിട്ടൊന്നുമില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ എന്തായാലും ആൻ്റഗണിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ SK24 എന്ന് വെച്ചാൽ ശിവകാർത്തിൻ്റെ 24ാമത്തെ പടത്തിൽ രശ്മി അവന്താനായിരിക്കും നായികയായി എത്തുക എന്നുള്ളതാണ് കേൾക്കുന്നത്. മാർച്ച് 2025 അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. CP ചക്രവർത്തിയാണ് പടം എടുക്കുന്നത്. ഡോൺ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഒരു ഗംഭീര പടനായിരിക്കും വരുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ലോകശാനരാജ് കഥ എഴുതിയിട്ട് ഭാഗ്യരാജ് കണ്ണൻ ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. രാഘവ ലോറൻസ് ആണ് നായകനായി എത്തുന്നത്. ഇതിൽ മാധവൻ ഒരു ക്യാരക്ടറായി എത്തുന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വില്ലൻ ക്യാരക്ടറാണെന്നുള്ളതാണ് നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗംഭീരനായിരിക്കും. പിന്നെ ജിത്തു ജോസഫും ആസിഫലിയും വീണ്ടും ഒന്നിക്കാൻ പോവാണ് പൂമൻ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ജനുവരി 2025 ആയിട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. അത് പകുതിയോടൊക്കെ കൂടിയിട്ട് അതുമാതിരി ഇതിൽ നായികയായി വരിക അപർണ ബാലമുരളി എന്നുള്ളതാണ് കേൾക്കുന്നത്. സൺഡേ ഹോളിയുടെ ബിടെക് കിഷ്കിന്ദ കണ്ടം ഈ 3 പടത്തിന് ശേഷം വീണ്ടും അവരും ഒന്നിക്കുകയാണ്. പിന്നെ ആസിഫലി ജിത്തു ജോസഫ് ഒന്നിക്കുന്ന പടം ഇതൊരു ത്രില്ലർ പടം തന്നെയാണ്. എന്തായാലും പടം ഗംഭീരാവട്ടെ. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ആ പടത്തിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് പടം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ലെവലിൽ കേൾക്കില്ല. ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുള്ളതാണ്. വെച്ചാൽ അതിന്റെ കുറെ പോസ്റ്റർ ഡിസൈൻസും അതേമാതിരി അതിൽ വരുന്ന മാതിരത്തെ കോമഡി സീൻസ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പടത്തിന്റെ റിലീസ് ജനുവരി 9 അല്ലെങ്കിൽ 23 ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജനുവരി 9 ആവും കുറച്ചുകൂടി ബെറ്റർ എന്നാണ്. 23 ഇട്ട് കഴിഞ്ഞാൽ 30 മോഹൻലാലിന്റെ പടം വരും. അപ്പോൾ അതിനായിട്ട് വല്ല 9 ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും എപ്പോഴാച്ചാലും വരട്ടെ. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.